വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a type of operating force in the electromechanical indicating instrument? അതായത് താഴെ തന്നിട്ടുള്ള കുറച്ച് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, അതുപോലെ കൺട്രോളിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ഉണ്ട് അല്ലേ. ആ ഫോഴ്സ് അതായത് ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഇൻ ഇലക്ട്രോമെക്കാനിക്കൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ താഴെ തന്നിട്ടുള്ളത് എല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാവുന്ന ഒരു കേസാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഫോഴ്സ് എന്ന് നോക്കണ്ട, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന കേസാണെങ്കിലും നമ്മൾ ഒരേ തന്നെയാണ് കേട്ടോ, കൺഫ്യൂസ് ആവരുത്. അപ്പോൾ ഒരു നമുക്ക് ഇൻസ്ട്രുമെൻസിനെ എങ്ങനെയാണ് പ്രൈമറി ഇൻസ്ട്രുമെൻസ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി ഇൻസ്ട്രുമെൻസ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഇൻസ്ട്രുമെൻസിൽ തന്നെ എന്താണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇതിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോർക്സുകളുണ്ട്. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. സോ ഏതൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എഫക്റ്റ് ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ മെക്കാനിക്കൽ ഫോഴ്സ് വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ പോയിന്റർ വിച്ച് ഇൻഡിക്കേറ്റ് ഓൺ എ സ്കെയിൽ. സോ ദിസ് മൂവിംഗ് സിസ്റ്റം ഹാസ് ടു സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്. അതായത് എ മെക്കാനിസം ഫോർ പ്രൊഡ്യൂസിംഗ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, എ മെക്കാനിസം ഫോർ പ്രൊഡ്യൂസിംഗ് കൺട്രോളിംഗ് ടോർക്ക്, എ മെക്കാനിസം ഫോർ പ്രൊഡ്യൂസിംഗ് ഡാമ്പിംഗ് ടോർക്ക് അല്ലേ. സോ ഇതിൽ തന്നിട്ടുള്ള എല്ലാതും എന്ത് ചെയ്യണം, ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമുക്ക് അറിയാവുന്നതാണ് വോൾട്ട് മീറ്റർ, അമീറ്റർ, അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്, ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. സോ ഇതിൽ എല്ലാത്തത് ഏതാണ്, ഇറ്റ്സ് നോട്ട് എ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 2. What will happen if the current coil and the potential coil of dynamometer type wattmeter is interchanged? എന്ത് സംഭവിക്കും? അതായത് കറണ്ട് കോയിലും പൊട്ടൻഷ്യൽ കോയിലും ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ കറണ്ട് കോയിലും പൊട്ടൻഷ്യൽ കോയിലും ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, പൊട്ടൻഷ്യൽ കോയിൽ വിൽ ഗെറ്റ് ഡാമേജ്. ഓപ്ഷൻ ബി, കറണ്ട് കോയിൽ വിൽ ഗെറ്റ് ഡാമേജ്. ഓപ്ഷൻ സി, ബോത്ത് കറണ്ട് കോയിൽ ആൻഡ് പൊട്ടൻഷ്യൽ കോയിൽ വിൽ ഗെറ്റ് ഡാമേജ്. ഓപ്ഷൻ ഡി, മീറ്റർ വിൽ റീഡ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മുടെ കറണ്ട് കോയിലും അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ കോയിലും ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻറ്റിൽ എന്തുണ്ട്, രണ്ട് കോയിൽസ് ഉണ്ട്. അതായത് ഒന്ന് ഫിക്സഡ് കോയിലും പിന്നെ എന്താണ് ഒന്ന് മൂവിങ് കോയിലും ആണ് ഉള്ളത്. ഫോർ യൂസിങ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ആസ് എ വാട്ട് മീറ്റർ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാം, പവർ മെഷർ ചെയ്യാം. അതുപോലെ ദ ഫിക്സഡ് കോയിൽ ആക്ട് ആസ് എ കറണ്ട് കോയിൽ ആൻഡ് മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. So the moving coil acts as a pressure coil and must be connected across the supply terminal. So if the current and potential coil of a dynamometer type wattmeter were accidentally interchanging while connecting, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഇൻ്റർചേഞ്ച് ചെയ്യില്ല അല്ലേ. സോ ആക്സിഡൻ്റലി ഇറ്റ് വിൽ ബി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കറണ്ട് കോയിലിന് പകരം ഇരിക്കേണ്ട അവിടെ പൊട്ടൻഷ്യൽ കോയിലും പൊട്ടൻഷ്യൽ കോയിലിൻ്റെ അവിടെ കറണ്ട് കോയിലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ the total voltage will be applied across the current coil which has significantly less resistance which lead to damage the current coil. എന്ത് സംഭവിക്കും, ആ കറണ്ട് കോയിലിൽ ഡാമേജ് ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ബി ആണ്. അതായത് കറണ്ട് കോയിൽ വിൽ ഗെറ്റ് ഡാമേജ്ഡ് ആണ്. എന്താണ് നടക്കുന്നത്, കറണ്ട് കോയിൽ ഇവിടെ ഡാമേജ് ആവുകയാണ് സംഭവിക്കുന്നത്. Question number 3. The speed of an aluminum disc in an energy meter is controlled by. അതായത് നമുക്ക് എനർജി മീറ്റർ അറിയാമല്ല, എനർജി മീറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എക്സ്പ്ലനേഷൻസും നമുക്ക് കണ്ടിട്ടുള്ളതാണ്. സോ അതിൻ്റെ അലുമിനിയം ഡിസ്കിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് സ്പീഡ് ഓഫ് ദ അലുമിനിയം ഡിസ്ക് ഇൻ ആൻ എനർജി മീറ്റർ ഈസ് കൺട്രോൾഡ് ബൈ. ഓപ്ഷൻ എ, സീരീസ് മാഗ്നറ്റ്. ഓപ്ഷൻ ബി, ഷണ്ട് ആൻഡ് സീരീസ് മാഗ്നറ്റ്. ഓപ്ഷൻ സി, ഷണ്ട് മാഗ്നറ്റ്. ഓപ്ഷൻ ഡി, ബ്രേക്കിംഗ് മാഗ്നറ്റ്. അപ്പോൾ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് എനർജി മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി അല്ലേ, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എനർജി. ദ മീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ എനർജി യൂട്ടിലൈസ്ഡ് ബൈ ദ ഇലക്ട്രിക് ലോഡ് ഈസ് നോൺ ആസ് ദ എനർജി മീറ്റർ. അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇറ്റ്സ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്താണ് എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ, ഒരു ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ മൂവിംഗ് സിസ്റ്റം ഉണ്ട്, ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് ദ മെയിൻ കോമ്പൗണ്ട് ഓഫ്
ഓഫ് ദ ഡ്രൈവിംഗ് സിസ്റ്റം. ഈ ഡ്രൈവിംഗ് സിസ്റ്റത്തിലെ മെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. സോ ദ ഡ്രൈവിംഗ് സിസ്റ്റം ഹാസ് ടു ഇലക്ട്രോ മാഗ്നറ്റ്. ദ അപ്പർ വൺ ഈസ് കാൾഡ് ഷണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് ലോവർ വൺ ഈസ് കാൾഡ് എ സീരീസ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. സോ ദ സീരീസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഈസ് എക്സൈറ്റഡ് ബൈ ദ ലോഡ് കറന്റ് ഫ്ലോ ത്രൂ ദ കറന്റ് കോയിൽ. അതുപോലെ മൂവിംഗ് സിസ്റ്റം, അടുത്ത പാർട്ട് എന്താണ്? മൂവിംഗ് സിസ്റ്റം ഉണ്ട്. മൂവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അലുമിനിയം ഡിസ്ക് മൗണ്ടഡ് ഓൺ ഷാഫ്റ്റ് ഓഫ് ദി അലോയ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. സോ ഡിസ്ക് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദ ടു ഇലക്ട്രോ മാഗ്നറ്റിലാണ് അത് വെച്ചിട്ടുള്ളത്. അതുപോലെ എഡി കറന്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ക് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് എഡി കറന്റ് ഈസ് കട്ട് ബൈ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. പിന്നെയുള്ളത് എന്താണ്? നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് പെർമനന്റ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ റൊട്ടേഷൻ ഓഫ് ദി അലുമിനിയം ഡിസ്ക്. സോ ദ ബ്രേക്കിംഗ് ടോർക്ക് opposes the movement of the disc, thus reducing its speed. So the permanent magnetic is adjustable due to its which is braking. The torque is also adjusting by shifting the magnet to the other radial position. അപ്പോൾ ഇതിലെ നമ്മുടെ അലുമിനിയം ഡിസ്ക്, എനർജി മീറ്ററിലെ അലുമിനിയം ഡിസ്കിനെ കൺട്രോൾ ചെയ്യുന്ന, സ്പീഡിനെ കൺട്രോൾ ആരാണ്? ബ്രേക്കിംഗ് മാഗ്നറ്റ് ആയിരിക്കും. എന്താണ്? ബ്രേക്കിംഗ് മാഗ്നറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 4, creeping adjustment in single phase energy meter are done by. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്രീപ്പിംഗ് എന്തിലാണുള്ളത്? നമ്മുടെ എനർജി മീറ്ററിലെ ക്രീപ്പിങ്ങിൻ്റെ പ്രോബ്ലംസ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ക്രീപ്പിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ സിംഗിൾ ഫേസ് എനർജി മീറ്റർ എങ്ങനെയാണ് ഡൺ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അഡ്ജസ്റ്റിംഗ് ദ ടേൺ റേഷ്യോ, ഓപ്ഷൻ ബി എക്സൈറ്റിംഗ് ദ പ്രഷർ കോയിൽ, ഓപ്ഷൻ സി പ്രൊവൈഡിംഗ് ടു ഹോൾസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഇൻ ദ റൊട്ടേറ്റിംഗ് ഡിസ്ക്, ഓപ്ഷൻ ഡി എക്സൈറ്റിംഗ് ദ കറന്റ് കോയിൽ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ലേ? ക്രീപ്പിംഗ് സിംഗിൾ ഫേസ് എനർജി മീറ്ററിൽ ക്രീപ്പിംഗ് എയർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രീപ്പിംഗ് എന്താണ്? എനർജി മീറ്റർ ഈസ് എ ഫിനോമിന ഇൻ വിച്ച് ദ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് കണ്ടിന്യൂസ്ലി വെൻ ഓൺലി ദ വോൾട്ടേജ് ഈസ് സപ്ലൈ ടു ദ പ്രഷർ കോയിൽ ആൻഡ് നോ കറന്റ് ഫ്ലോ ത്രൂ ദ കറന്റ് കോയിൽ എന്നാണ്. അല്ലെങ്കിൽ എന്താണ്? ക്രീപ്പിംഗ് ഈസ് എ കൈൻഡ് ഓഫ് എറർ ഇൻ വിച്ച് എനർജി മീറ്റർ കൺസ്യൂം എ വെരി സ്മാൾ എമൗണ്ട് ഓഫ് എനർജി ഈവൻ വെൻ നോ ലോഡ് ഈസ് അറ്റാച്ച് ടു ദ മീറ്റർ. ക്രീപ്പിംഗ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? സ്പീഡ് ഓഫ് ദ ഡിസ്ക് ഈവൻ അണ്ടർ ദ ലൈറ്റ് ലോഡ് കണ്ടീഷൻ വിച്ച് ഇൻക്രീസസ് ദ മീറ്റർ റീഡിംഗ്. സോ ദ ക്രീപ്പിംഗ് ഈസ് അവോയ്ഡഡ് ബൈ ഡ്രില്ലിംഗ് ദ ഹോൾ ഇൻ ദ ഡിസ്ക്. എങ്ങനെയാണ്? നമ്മൾ ഡ്രില്ല് ചെയ്യുകയാണ്, ഡിസ്കിലേക്ക് ഒരു ഹോൾ ഡ്രില്ല് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഹോൾസ് ആർ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. സോ ദ അലുമിനിയം ഡിസ്ക് സ്റ്റോപ്സ് റൊട്ടേറ്റിംഗ് ഈവൻ വെൻ ദ സ്മോൾ എഡ്ജ് ഓഫ് ദ ഡിസ്ക് കം അണ്ടർ ദ പോൾ ഓഫ് ദി മാഗ്നറ്റ്. ദ ഹോൾസ് വിൽ ലിമിറ്റ് ദ റിവല്യൂഷൻ ഓഫ് ദ ഡിസ്ക്. സോ എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? പ്രൊവൈഡിംഗ് ടു ഹോൾസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഇൻ ദ റൊട്ടേറ്റിംഗ് ഡിസ്ക്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രീപ്പിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ. Question number 5, what is the maximum current rating of an induction meter? ഒരു ഇൻഡക്ഷൻ മീറ്ററിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 15 amps, ഓപ്ഷൻ ബി 100 amps, ഓപ്ഷൻ സി 150 amps, ഓപ്ഷൻ ഡി 500 amps. അപ്പോൾ മാക്സിമം കറണ്ട് റേറ്റിംഗ് ഓഫ് എൻ ഇൻഡക്ഷൻ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡക്ഷൻ മീറ്റർ പറഞ്ഞാൽ എന്താണ്? The meter which is used to measure the energy utilized by electric load is known as energy meter. അതിനാണ് എനർജി മീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അതായത് ഇൻഡക്ഷൻ എനർജി മീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കറണ്ട് അപ് ടു എത്രയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? 100 amps ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ കറണ്ട് ഹാൻഡിലിംഗ് കപ്പാസിറ്റി. അപ്പോൾ എത്രയാണ്? എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. 100 amps ആണ് കറണ്ട് ഹാൻഡിലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Question number 6, to reduce the loading effect an instrument must possess. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലോഡിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 0 ഇൻപുട്ട് ഇമ്പിഡൻസ്, ഓപ്ഷൻ ബി യൂണിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ്, ഓപ്ഷൻ സി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ഓപ്ഷൻ ഡി ലോ ഇൻപുട്ട് ഇമ്പിഡൻസ്. സോ എന്താണ് ചെയ്യേണ്ടത്? ടു റെഡ്യൂസ് ദ ലോഡിംഗ് എഫക്റ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് പോസസ്. എന്താ ചെയ്യേണ്ടത്? അതായത് ഒരു വോൾട്ട് മീറ്റർ നോക്കാം നമുക്ക്. വെൻ എ വോൾട്ട് മീറ്റർ ഹാവിംഗ് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് RM ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് load resistance RL of circuit under test, circuit condition will be altered. So the effective resistance will be the parallel combination of RL and RM. The voltmeter indicates the voltage across this effective resistance while where the indicated voltage will always be less than true voltage. അതിനെയാണ് എന്ത് പറയുന്നത്? ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഹാസ് ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് പോസസ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ടു റെഡ്യൂസിങ് ലോഡിംഗ് എഫക്റ്റ്. എന്തായിരിക്കണം? എങ്ങനെയാണ് ലോഡിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ എന്ത് സംഭവിക്കണം? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഹൈ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 7, which of the following essential features is possessed by an indicating instrument? താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് പോസസ് ബൈ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിഫ്ലക്റ്റിംഗ് ഡിവൈസ്, ഓപ്ഷൻ ബി കൺട്രോളിംഗ് ഡിവൈസ്, ഓപ്ഷൻ സി ഡാമ്പിംഗ് ഡിവൈസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. നമ്മൾ കണ്ട ഒരേ ക്വസ്റ്റ്യൻ, അതേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. സോ മെയിൻ ആയിട്ടുള്ള എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആർ പ്രോസസ് ബൈ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കം ആൻഡ് ഡാമ്പിംഗ് ഡിവൈസ്. ഇൻസ്ട്രുമെൻറ്റിൽ എന്താണ്? ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ്
കൺട്രോളിംഗ് ഉണ്ടാവും, അതുപോലെ ഡാമ്പിംഗ് ഉണ്ടാകും. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ഡിവൈസ് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്ഷൻ ഡിവൈസ് പ്രൊഡ്യൂസസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വിച്ച് കോസസ് ദ മൂവിംഗ് സിസ്റ്റം ടു മൂവ് ഫ്രം ഇറ്റ്സ് സീറോ പൊസിഷൻ ആണ്. കൺട്രോളിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോളിംഗ് ഡിവൈസ് പ്രൊഡ്യൂസസ് ദ കൺട്രോളിംഗ് ടോർക്ക് വിച്ച് ഓപ്പോസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആൻഡ് ഇൻക്രീസസ് വിത്ത് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിംഗ് സിസ്റ്റം. ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് റിമൂവ്, ഇറ്റ് ആൾസോ ബ്രിങ് ദ പോയിന്റ് ബാക്ക് ടു സീറോ എന്ന് പറയുന്നു. അതുപോലെ ഡാമ്പിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഡിവൈസ് പ്രൊഡ്യൂസിംഗ് ഡാമ്പിംഗ് ടോർക്ക്, ദിസ് ടോർക്ക് ഈസ് നെസസറി ടു ബ്രിങ് ദ പോയിന്റ് ടു റെസ്റ്റ് ക്വിക്കലി ആകുന്നതാണ് എന്ത് പറയുന്നത്? ഡാമ്പിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? മൂന്നും വേണം നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ വരുന്ന. ഡിഫ്ലക്റ്റിംഗ് ഡിവൈസ് വേണം, കൺട്രോളിംഗ് ഡിവൈസ് വേണം, അതുപോലെ ഡാമ്പിംഗ് ഡിവൈസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. Question number 8. Which meter has the highest accuracy in the prescribed limit of frequency range? താഴെ തന്നിട്ടുള്ള ഏത് മീറ്ററിനാണ് എന്താണ് ഹയസ്റ്റ് അക്യുറസി ഇൻ പ്രിസ്ക്രൈബ് ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി റേഞ്ച് ഉള്ളത് ഏതാണെന്നാണ്? ഓപ്ഷൻ എ PMMC, ഓപ്ഷൻ ബി മൂവിംഗ് അയോൺ, ഓപ്ഷൻ സി ഇലക്ട്രോ ഡൈനാമോമീറ്റേഴ്സ് ടൈപ്പ്, ഓപ്ഷൻ ഡി റെക്ടിഫയർ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് നോക്കാം. അപ്പോൾ റെക്ടിഫയർ മീറ്റർ എന്താണ് നോക്കാം. അതായത് റെക്ടിഫയർ മീറ്ററിൽ എന്തുണ്ടാവും? ഒരു റെക്ടിഫയറും ഉണ്ടാവും, അതുപോലെ പെർമനൻറ്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിലും ഉണ്ടാവും. Hence, it can measure an AC quantity with accuracy. It has a PMMC, so it measure average value ലാണ് measure ചെയ്യുന്നത്. So to get the RMS value of AC quantity to be measured, the measured value is being multiplied with the form factor of the signal. So generally, AC signal measure the meter reading is already multiplied by 1.11 while calibrating. So ഇവിടെ എന്താണ്? റെക്ടിഫയർ മീറ്ററിനാണ് എന്ത് ഹയസ്റ്റ് അക്യുറസി ഇൻ പ്രിസ്ക്രൈബ് ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി റേഞ്ചിലുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റെക്ടിഫയർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 9. In a permanent magnetic moving coil instrument, the deflecting torque is, അതായത് ഒരു PMMC ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബോത്ത് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി, ഓപ്ഷൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഫ്ലക്സ് ഡെൻസിറ്റി, ഓപ്ഷൻ സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഫ്ലക്സ് ഡെൻസിറ്റി, ഓപ്ഷൻ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ബോത്ത് ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി. സോ ഇവിടുത്തെ എന്താണ് കറക്റ്റ് ആൻസർ? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബോത്ത് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ നോക്കാം, ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? TD = NBAI ആണ്. അതായത് നമ്പർ ഓഫ് ടേൺസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കറണ്ട്, ഇത്രയും വരുന്നുണ്ട്. സോ അത് ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബോത്ത് ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം, TD = എന്താണ്? NBAI ആണ്. അതായത് N പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ്, B പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, എ പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ എന്താണ്? ഇറ്റ്സ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബോത്ത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഇത് കൂടാതെ ഒരു തെർമോകപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഡിഫ്ലക്ഷൻ വന്നിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് ആയിരിക്കും. അതായത് തെർമോകപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ. മൂവിങ് അയോൺ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് ആയിരിക്കും. അതായത് θ ഈസ് പ്രൊപ്പോർഷൻ ടു I². അതുപോലെ ഹോട്ട് വയർ ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട് തന്നെയാണ്. അതുപോലെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അതായത് തെർമോകപ്പിൾ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ θ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു I² ആണ്. മൂവിംഗ് അയോൺ ആണെങ്കിലും θ ഈസ് പ്രൊപ്പോർഷൻ ടു I² ആണ്. ഹോട്ട് വെയർ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും എന്താണ്? θ ഈസ് പ്രൊപ്പോർഷൻ ടു I² ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറണ്ട്. I മാത്രമാണ്, കറണ്ടിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ബോത്ത് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. Question number 10. CRO cannot be used to measure dash. അതായത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് cannot be used to measure. എന്തിലാണ് യൂസ് ചെയ്യാത്തത്? ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി ഫേസ്, ഓപ്ഷൻ സി പവർ, ഓപ്ഷൻ ഡി വോൾട്ടേജ്. അപ്പോൾ നമ്മൾ CRO യൂസ് ചെയ്തിട്ട് എന്താണ് മെഷർ ചെയ്യാൻ പറ്റാത്തത് എന്ന് നോക്കാം. CRO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വെരി വേഴ്സറ്റൈൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ലബോറട്ടറി ഫോർ മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അതായത് CRO യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാം? വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ എല്ലാം, അതുപോലെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എല്ലാം മെഷർ ചെയ്യാൻ പറ്റും. വി കനോട്ട് ഡയറക്ട്ലി മെഷർ പവർ ബൈ യൂസിങ് CRO. CRO യൂസ് ചെയ്തിട്ട് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല? പവർ മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ദ കറണ്ട് ഈസ് മെഷർഡ് ഇൻഡയറക്ട്ലി ബൈ മെഷറിംഗ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആൻ ഇംപിഡൻസ്. Lysage's figure is a pattern which is displayed on the screen when sinusoidal signal are applied to both horizontal and vertical deflection pattern of CRO. അപ്പോൾ ഏതാണ് മെഷർ ചെയ്യാൻ പറ്റാത്തതെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ CRO
CRO യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല? പവർ മെഷർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം അതായത് ഫ്രീക്വൻസി, ഫേസ്, വോൾട്ടേജ്, പിന്നെന്താണ് കറൻറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ CRO യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുമ്പോഴും അതിൽ എന്തൊക്കെയാണ്, അതിൻ്റെ ടോർക്ക് എങ്ങനെയാണ്, എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്, അതിൽ വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ നന്നായി നോക്കണം. കാരണം ഇതിന്ന് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും കണ്ടുവരാറുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.